ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ച് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ മിക്സറിൻ്റെ ജാറിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ശർക്കരയിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല, കുറച്ചിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് വന്ന് പാലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതലായിട്ട് പാല് ചേർത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പ് മുഴുവനായിട്ടും ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഏകദേശം 1 ടേബിൾ സ്പൂണോളൊക്കെ പാലിവിടെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാദ്യം നല്ലപോലെ തന്നെ ഒന്ന് എണ്ണ തടവിയെടുക്കുക. അതിനുശേഷം കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് കേക്ക് ടിൻ തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുത്താലും മതിയാകും. കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലായിരിക്കണം. ഒന്ന് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ വലിയൊരു അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഉപ്പും ഒരു സ്റ്റാൻഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാത്രം കേടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കേക്ക് ടിൻ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്കാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 40 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം കൊടുത്താൽ മതി. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ അരികുകളൊന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും പറ്റിപ്പിടിക്കൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ചുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മളിതിൽ മൈദയൊന്നും ഉപയോഗിച്ചില്ല, അതുപോലെ തന്നെ പഞ്ചസാരയും ഉപയോഗിച്ചിട്ടില്ല. കേക്ക് ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.